വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെയാണ് ഞാൻ തംബ്നെയിൽ ഉണ്ടാക്കുന്നത്, അതുപോലെ ഏത് ആപ്പാണ് യൂസ് ചെയ്യുന്നത്, എന്തൊക്കെ മെറ്റീരിയൽസ് ഞാൻ തംബ്നെയിൽ ഉണ്ടാക്കുമ്പോൾ യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലത്തെ കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ വേണ്ടി പോകുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. സോ ഗൈസ്, ഞാൻ തംബ്നെയിൽ ഉണ്ടാക്കുന്നത് പിക്സൽ ലാബ് എന്ന് പറഞ്ഞൊരു ആപ്പ് യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഈ ഒരു ആപ്പ് പ്ലേ സ്റ്റോറിലും അതുപോലെ ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഫ്രീ ആയിട്ടാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആ ഒരു പിക്സൽ ലാബ് എന്ന ആപ്പ് ഓപ്പൺ ആക്കുക. അതിനുശേഷം നിങ്ങൾ ത്രിബിൾ ഡോട്ട് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വേണ്ട റേഷ്യോ, അതായത് യൂട്യൂബിൻ്റെ തംബ്നെയിലിൻ്റെ ഒരു റേഷ്യോ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അത് നമുക്ക് ആ റേഷ്യോ സെറ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഒരു ഇമേജ് ആഡ് ചെയ്യണം. ടോട്ടൽ 4 ഇമേജസാണ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു ഇമേജ് എങ്ങനെയാണ് ആഡ് ചെയ്തത്, എങ്ങനെ സെറ്റ് ചെയ്യുന്നത് കാണിച്ചു തരാം. ജസ്റ്റ് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് വേണ്ട ഏത് ഇമേജ് ആണോ ആ ഒരു ഇമേജ് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഒരു ഇമേജ് സെലക്ട് ചെയ്യേണ്ടത്. അതിനുശേഷം 9:60 എന്ന റേഷ്യോ ജസ്റ്റ് ക്രോപ്പ് ചെയ്യുക. അതിനുശേഷം ടിക്ക് മാർക്ക് കൊടുക്കുക. ടിക്ക് മാർക്ക് കൊടുത്തതിന് ശേഷം നിങ്ങൾ ജസ്റ്റ് ആ ഒരു റേഷ്യോ കറക്റ്റായിട്ട് അതിന് വെച്ചെടുക്കുക. അതായത് മേലെയും താഴെയും ജസ്റ്റ് ആ ഒരു വെള്ള ഔട്ട്ലൈന് കാണാത്ത വിധത്തിൽ ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക. അതിനുശേഷം താഴെയുള്ള ടൂൾ ബോക്സ് പോയതിനു ശേഷം ആ ഒരു റൊട്ടേറ്റ് എന്ന ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് ആ റൊട്ടേറ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ആംഗിൾ 5 ആയി കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോഴത്തെ കാണാൻ ജസ്റ്റ് റൊട്ടേറ്റ് ആയിട്ടുണ്ട്. റൊട്ടേറ്റ് ആകുന്ന അനുസരിച്ച് നിങ്ങൾ മേലത്തെ ആ ഒരു ബോർഡർ കാണുന്നുണ്ട്. ജസ്റ്റ് ആ ബോർഡർ കാണാത്ത വിധത്തിൽ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് സൂം ചെയ്ത് ഒരു പൊടിക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. പിന്നെ നമുക്ക് അടുത്ത രണ്ടാമത്തെ ഫോട്ടോ ആഡ് ചെയ്യാം. നേരത്തെ ചെയ്ത പോലെ തന്നെ ഗാലറി പോയതിനു ശേഷം അടുത്ത ഫോട്ടോ എടുക്കുക. അതിനുശേഷം ആ ഒരു റേഷ്യോ സെലക്ട് ചെയ്യുക. അതിന് ടിക്ക് മാർക്ക് കൊടുത്തതിന് ശേഷം ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. അതിന് മുന്നേ ആയിട്ട് നമ്മൾ ഫസ്റ്റ് ചെയ്ത ഫോട്ടോ ഒന്ന് ലെയർ പോയതിനു ശേഷം ലോക്കാക്കി വെക്കുക. അല്ലെങ്കിൽ ജസ്റ്റ് നമ്മൾ അടുത്ത ഫോട്ടോ ആഡ് ചെയ്യുമ്പോൾ അതവിടെ നിന്ന് മാറിക്കളിക്കുക. അപ്പോൾ ജസ്റ്റ് അതിൻ്റെ പൊസിഷൻ മാറിപ്പോവും. ജസ്റ്റ് ലോക്കാക്കി ഇടുക. അതിനുശേഷം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. അതിനുശേഷം റൊട്ടേറ്റ് പോവുക. അതിനുശേഷം ആംഗിൾ 5 ഡിഗ്രി ആയി കൊടുക്കുക. ഇങ്ങനെ ബാക്കിയുള്ള എല്ലാ ഫോട്ടോസും ആഡ് ചെയ്യുക. ഇനി നമുക്ക് ആ ഒരു ഇമേജിന് എങ്ങനെ ഒരു വെള്ള ഔട്ട്ലൈനിലേക്ക് ബോർഡർ എങ്ങനെ കൊടുക്കാൻ നോക്കാം. അതിനായി നിങ്ങൾ ജസ്റ്റ് ആ ഒരു ടൂൾ ബോക്സ് പോയതിന് ശേഷം സ്ട്രോക്ക് എന്നൊരു ഓപ്ഷൻ കാണാൻ കഴിയും. ജസ്റ്റ് ആ സ്ട്രോക്ക് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ജസ്റ്റ് അന്ന് എനേബിൾ ആയി കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് വൈറ്റ് കളർ സെലക്ട് ചെയ്യാം. നിങ്ങൾക്ക് വേറെ കളർ സെലക്ട് ചെയ്യാം. ഞാൻ ജസ്റ്റ് ഇവിടെ വൈറ്റ് കളറാണ് സെലക്ട് ചെയ്യുന്നത്. ടിക്ക് മാർക്ക് കൊടുക്കുക. അപ്പോൾ നമുക്ക് അവിടെ വെള്ള ബോർഡർ വന്നിട്ട് കാണാൻ കഴിയും. ഇതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ ഫോട്ടോസും നമ്മൾ ചെയ്തെടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഫോട്ടോസൊക്കെ ആഡ് ചെയ്ത് വെച്ചിട്ട് നല്ല പക്ക നീറ്റാക്കി തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ടെക്സ്റ്റ് ആഡ് ചെയ്യലാണ്. ടെക്സ്റ്റ് ആഡ് ചെയ്യുക വെച്ചാൽ എന്താണ് നിങ്ങളുടെ വീഡിയോ കണ്ടൻറ്റ്, എന്താണ് നിങ്ങളുടെ പ്രസൻറ്റിൻ്റെ പേര്, അത് നിങ്ങൾ ജസ്റ്റ് ടൈപ്പ് ചെയ്തതിന് ശേഷം നിങ്ങളൊരു ക്രിയേറ്റീവ് അനുസരിച്ച് നിങ്ങൾ ചെയ്യുക. ഇത് നല്ലൊരു ഫോണ്ട് ഉപയോഗിച്ചിട്ടും അതുപോലെ അതിൻ്റെ കറക്റ്റ് എവിടെയാണോ പ്ലേസ് ചെയ്യേണ്ടതെന്നൊക്കെ നിങ്ങൾ തന്നെ തീരുമാനിച്ച് നിങ്ങൾ ചെയ്യുക. അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ ഒരു സ്റ്റെപ്പ് ഞാൻ എങ്ങനെയാണോ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ജസ്റ്റ് പറഞ്ഞു തരുന്നൊന്നുമില്ല, ജസ്റ്റ് നിങ്ങളെ കണ്ട് മനസ്സിലാക്കുക. കാരണം ഞാൻ ഇതിൻ്റെ തന്നെ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി ജസ്റ്റ് ലാസ്റ്റ് ഇതിലേക്ക് എത്തിയതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളൊരു ഐഡിയയിൽ വെച്ച് നിങ്ങൾക്ക് ഫോണ്ടൊക്കെ ഡൗൺലോഡ് ചെയ്ത് നിങ്ങളൊരു ഐഡിയക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ തംബ്നെയിൽ മേക്കിംഗ് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ടായത്. ഫോൺസൊക്കെ സെറ്റ് ചെയ്ത് ഇതാണ് അവസാനത്തെ എത്തിയ ഒരു ഔട്ട്ലൈൻ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് അതിൻ്റെ അകത്തുള്ള ടൂൾസ് തന്നെ യൂസ് ചെയ്ത് നിങ്ങളൊരു ഐഡിയക്ക് അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റാക്കി വെക്കാം.
ഇനി എങ്ങനെ നമുക്ക് ഈ ഒരു ഇമേജ് നല്ല ഗുഡ് ക്വാളിറ്റി തന്നെ നമുക്ക് ഇത് എക്സ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ സേവ് ആക്കി എടുക്കാൻ നോക്കാം. അതിന് ഏറ്റവും ടോപ്പിൽ ആ ഒരു സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, അതിന് സേവ് ഇമേജ് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് കസ്റ്റം എന്ന് കാണാൻ കഴിയും, അതിൻ്റെ റൈറ്റ് സൈഡായിട്ട് ഒരു എറർ മാർക്ക് കാണാൻ കഴിയും. അതിനുശേഷം അവിടെ അൾട്രാ എന്നുള്ള ഓപ്ഷൻ ജസ്റ്റ് കൊടുക്കുക. അതിനുശേഷം ഏറ്റവും ടോപ്പിലായിട്ട് സേവ് ടു ഗാലറി എന്ന ഓപ്ഷൻ ഉണ്ട്, ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഈ ഒരു ഇമേജ് ഡൗൺലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളെ ആ ഒരു തംബ്നെയിൽ എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയുണ്ട് എന്നുള്ള കാര്യങ്ങൾ ജസ്റ്റ് കമൻറ്റായിട്ട് അറിയിക്കുക. അപ്പോൾ എന്നോട് കുറേ പേരെന്നെ കമൻറ്റായിട്ടും ഇൻസ്റ്റാഗ്രാമിൽ വന്ന് ചോദിച്ചിട്ടുണ്ട്, ബ്രോ എങ്ങനെ തംബ്നെയിൽ മേക്ക് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ വഴി വിളിച്ചാൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന മൊബൈലിലേക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, താങ്ക് യു.